ഞങ്ങൾക്ക് രണ്ടാക്കുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഇറങ്ങണ അവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടല്ലോ ആ റോഡൊന്ന് ശരിയാക്കണം. ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഈ ഗൈസ് ഇവിടെ കുറച്ച് എംസാൻഡ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സിമെന്റ് തേച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യണ ഈ കാലം. എങ്ങനെ ഗൈസ് നമ്മളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. നിങ്ങളെല്ലാരും കൂടി നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. എങ്ങനെയുണ്ടാ ഞങ്ങള് പേരന്റെ വജ്ജ് ശരിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം. ഗൈസ് രാവിലെ നീർച്ചപ്പോ തന്നെ നല്ല പണികളാണ്. ഇമ്മമാടെ ഒരു ഭാഗത്ത് പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മയാണെങ്കിൽ അപ്പുറത്ത് കോഴിക്കോട് ഇവിടെയാണ്, അതങ്ങോട്ട് മാറ്റി കെട്ടണ പരിപാടിയാണ്. കണ്ടില്ലേ, ഇപ്പം അങ്ങോട്ട് ആക്കിക്കണ്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങോട്ട് മാറ്റി കെട്ടിക്കണേ. ഞാനും അനു എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ആപ്പാപ്പാരോടെ ഗ്യാസും കുറ്റി കഴിഞ്ഞിരിക്കണേ. നമ്മൾ അന്ന് 2 ഗ്യാസും കുറ്റി വാങ്ങിയോണ്ട് തന്നെ ഒന്ന് അമ്മക്കുണ്ട്. ആപ്പാപ്പ എങ്ങനെയാണ് അമ്മ കഴിക്കണത്? മറ്റേ ആവിക്കാണ് തിന്നണ്ടേ. അപ്പൊ ഗ്യാസ് ഇല്ലാത്തോണ്ട് ഭയങ്കര പാടാണ്. പിന്നെ അങ്ങോട്ട് എന്താ കൊണ്ടുപോകല്ലത്? മറ്റേ വെറ്റിലെ പച്ചല. അപ്പൊ കഴിച്ച് നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. അതാ ഇതൊക്കെ അവിടെ പച്ചല ഉണ്ട്. അപ്പോ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഇറങ്ങണ അവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വേണ്ടല്ലോ ഞങ്ങൾ അന്ന് രാത്രി മണ്ണാട്ടിയത്. ഇനിയിപ്പോൾ സിമെന്റ് വാങ്ങണം പോയിട്ട്. പിന്നെ എംസാൻഡ് നമ്മളവിടെ ഉണ്ട്, അത് പെരപ്പണീൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടാണ്ട് ആ റോഡൊന്ന് ശരിയാക്കണം. അതിന് മുമ്പ് കഴിച്ച് ഈ വണ്ടികളൊക്കെ താഴത്തേക്ക് ഇറക്കണം. പിന്നെ നമ്മളെ സ്കൂട്ടിയും ഈ സാധനം കൊണ്ടുട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊള്ളൂലെന്ന് വിചാരിച്ചാണ്. അവിടെ ജാമായിട്ടാണ് നിൽക്കുന്നത്. പൊട്ടിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഒരു രീതിക്കാണ് വെച്ചാണ്. എന്നാ പോവല്ലേ? ഇന്ന് ഇത് നേരെ ആപ്പാപ്പാടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കഴിച്ച് നമുക്ക് സിമെന്റും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വേണം അവിടെ പണി തുടങ്ങാൻ. എന്നാ അമ്മമ്മ ആ ഓക്കെ ശരി എന്നാ ആട് പോവാ ഗൈസ്. പിന്നെ ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ നല്ലോണം. പിന്നെ ഇത് വല്ലാതെ മൈൻഡ് വെച്ചിട്ടില്ലേ ഞങ്ങള് ഇങ്ങോട്ട് കേറണേ. ഇവിടെ അങ്ങോട്ട് ഇവിടെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇത് വേണ്ടി വരും. എടാ വണ്ടി എടുക്കുക. അത്യാവശ്യം നല്ല മെനക്കേട് വേണ്ടി വരും. ആ റോഡ് നല്ല അടിപൊളിയാണ് ഗൈസ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റേ പഞ്ചായത്തുകാരെന്തോ വള്ളത്തിൻ്റെ പരിപാടി ഉണ്ടായപ്പോൾ റോഡ് കൂടെ ഫുള്ളാണ് മാന്തിയിട്ടാണ് പോയി. പിന്നെ അതിന് ശേഷം പിന്നെ സിമെൻറ്റ് ഇതൊന്നും ഇല്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കറക്റ്റ്. പോയി അത് ആപ്പാപ്പൻ്റെ പെരാന്ന് വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒന്നും ഇടാതെ പോണത്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അത്രയുള്ളൂ. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ആ വയ്യ ഏതാന്നുള്ളത്. വയ്യ നിങ്ങൾക്ക് അറിയിക്കാറല്ലേ, നമ്മളെ വീഡിയോ കാണുന്ന തന്നെയല്ലേ. ഇതാണ് ഗൈസ് നമ്മുടെ സ്ഥലം. ഇവിടെയാണ് ഞാൻ സ്ഥലം വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഒന്ന് കൊത്തി അല്ലടാ ഇതിന് മുകളിൽ കൂടി തന്നെ ഇട്ടാൽ മതി. ഇത് ഇനി മഴ ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് ഫുള്ളായിട്ട് പോകും. ഇനിയിപ്പോൾ മഴക്കാലം ഒന്നും വരാനില്ല, എന്നാലും നമ്മളൊരു ഇതിന് വേണ്ടിയിട്ട് നീ ഗൈസ് ഇവിടെ കുറച്ച് എംസാൻഡ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സിമെന്റ് തേച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്യണ ഈ കാലം അല്ലേ. വണ്ടി നമുക്ക് താഴെപ്പെട്ട് അവിടെ നിർത്തിടാം. ഒരു ദിവസത്തിനല്ലേ പെട്ടെന്ന്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ ആപ്പാപ്പനോട് പോവാം. മയ്യേ എന്നാ ഗ്യാസ് ചെങ്ങന്മാരിത് കയറ്റാനാണ്. ഒരു കാര്യത്തില് വാ ഏറ്റിക്കോ, ഒരു മൂലക്കുന്ന് ഏറ്റിക്കോ. സ്കൂളിലെന്ന് സ്കൂളില്ലേ ഒന്നില്ലേ വെല്ലെടുത്ത് വെച്ചോ, ടൈൽസാണ് പൊട്ടും. എവിടാ എൻ്റെ അനിയനെവിടെ? ജൊറ്റൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ എന്താ കിടക്കുക? ചൂടാക്കി കുളിച്ചാലോ? ആണോ? എന്നാ ഞങ്ങൾ പോട്ടെ, പണി പോയിട്ട് മറ്റേ കൊഞ്ഞാടിയില്ലേ റോഡ് നന്നാക്കാൻ, റോഡിന്റെ അവിടെ മറ്റേ സിമെന്റ് ഓക്കെ. അപ്പൊ ഗൈസ് നല്ല ഉറക്കത്തിലാണ് അവിടെ. ഗൈസ് നീ നേരെ ചാടിച്ചിട്ട് ഇറങ്ങിയ സിമെന്റ് വാങ്ങാൻ പോണം. കുഴപ്പമില്ല, പോയടാ. ഗൈസ് നീ നേരെ നമുക്ക് സിമെന്റ് വാങ്ങാൻ പോവാം. ഗൈസ് നമ്മൾ 1 ചാക്ക് സിമെന്റാണ് വാങ്ങണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കുളിമുറിൻ്റെ അവിടെ ശരിയാക്കാനുണ്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട് അല്ലേ. 1 ചാക്ക് നമുക്ക് ഒന്ന് വേണം, എന്തായാലും വാങ്ങണം. വേറെ എന്തെങ്കിലും പരിപാടി ഇങ്ങനെ അതിന് കൊടുക്കാമല്ലോ, മാറ്റിയേക്കല്ലേ കാക്കെടുക്കുന്നുണ്ട്.
പൊളിഞ്ഞാടിയോ ഒക്കെ പാടെ പൊളിഞ്ഞാടീനി അടിയിന്ന് എടുത്തല്ലേ അത് എടാ ഒരു സിമെന്റ് ഏറ്റാൻ പോലും എനിക്ക് ആരോഗ്യല്ലേ ആ ഞാൻ പണ്ട് മറ്റേ പെരപ്പണിക്ക് പോയിട്ട് ഒരു രാത്രി ഞാൻ പോയി കയറ്റിയാണ് അതിന് ഫ്രണ്ടിലെ ചളി ഹാൻഡില് ആ ഓക്കെ അവിടെ കട്ടെ ശരിട്ടാക്കാ പോലെ കഴിഞ്ഞു പോവാ ഗൈസ് നേരെ പെരിക്ക് പോവാ ഗൈസ് ഞങ്ങൾ വണ്ടി താഴെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു നിൽക്കണം കാരണം അതിന്മേൽ സിമെന്റ് ഇല്ലല്ലേ എന്തായാലും മീനൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ ഗൈസ് നിങ്ങളാരും കേട്ടോ ഇല്ല ഞാൻ കേട്ടില്ല മീൻ വാങ്ങാനൊന്നും ഗൈസ് ഞങ്ങളെല്ലാവരും കുഴങ്ങിട്ടോ ഈ കുന്ന് കയറി വന്നപ്പോൾ കുഴങ്ങി പിന്നെ ഉമ്മമാക്കും ഇവിടെ പണിയാളുണ്ടായിനി അങ്ങനെ കുഴങ്ങി നട്ടുച്ച ടൈമാണ് ഗൈസ് ഞങ്ങൾ എന്താ വിചാരിച്ചാൽ ഒന്ന് വൈകുന്നേരം ആവട്ടെ ഒരു 4 മണിയൊക്കെ ആയിട്ട് ഇറങ്ങാൻ വിചാരിച്ചിരിക്കുകയാണ് കാരണം നല്ല വെയിലുണ്ട് അല്ലേ പിന്നെ കഴിച്ച് ഇപ്പം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രം വയ്യല്ലല്ലോ അപ്പുറത്തും പെരക്കാരുള്ളതാണ് അപ്പോൾ ഓർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ വേറെ വയ്യില്ല ഇറങ്ങുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ നാളെ രാവിലെ 9 ഉണങ്ങി സെറ്റ് ആയിക്കോളും പിന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിരിക്കാണ് ഗൈസ് അങ്ങനെ നേരം കുറച്ച് വൈകുന്നേരമായി വെയിലൊക്കെ പോയി ഇപ്പൊ നല്ല സമാധാനമായിട്ടുള്ള ക്ലൈമറ്റ് ആണല്ലോ മമ്മ സത്യം ഗൈസ് നമ്മള് മണലുണ്ട് കേട്ടോ ഇവിടെ ഇത് കുറച്ച് മണലല്ലേ അല്ലമ്മ എങ്ങനെ ഇവിടെ വരും മണലും കുറച്ച് മെറ്റലുണ്ട് ആണോ അതായത് ഗൈസ് നമ്മള് ഇതാക്കണ ഈ സാധനം മുറ്റത്ത് നമ്മൾ ഈ സാധനമൊക്കെ ഇട്ടില്ലേ ഈ സാധനമൊക്കെ വെച്ചില്ലേ അപ്പം ഈ ഇവിടെ കണ്ടോ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അടി ഉറക്കാൻ വേണ്ടിട്ട് കോൺക്രീറ്റ് നമ്മൾ ചെയ്തിനി അതായത് കുറച്ച് മണലും മെറ്റലൊക്കെ ഇതാക്കിയാണ്ട് അതിന്റെ കുറച്ച് സാധനം പേരന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് കല്ലൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതാണ് അമ്മ പറഞ്ഞത് അപ്പൊ ഇനി കുറച്ചുകൂടി വേണ്ടിയില്ലേ പോയിട്ട് മെറ്റൽ എടുക്കണം മെറ്റലല്ലോ മെറ്റൽ കുറച്ചുകൂടി തോന വേണം ഇത് തേക്കില്ല ഇവിടെ അല്ലേ അമ്മ പറഞ്ഞുണ്ട് ഇത് മണലുണ്ട് എന്നല്ലേ പറഞ്ഞപ്പോ എന്നാ ഇനി വരി താഴത്ത് കിടക്കി ആ അപ്പുറത്ത് താഴത്തുനിന്ന് എവിടുന്നേലും മുക്കല്ലേ ബക്കറ്റ് എടുത്താണ് വന്നാൽ മതി ആ ഏത് എന്താ അടക്കൊന്നും വേണ്ട ചാരിയ മതി നമ്മളിവിടെ താഴെ തന്നെ അല്ലേ നമ്മൾ ഈ താഴെ നമ്മൾ ഈ വജ്ജിന്റെ ഇവിടെ തന്നെ അല്ലേ അതിനെന്തിനാ അടക്കണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ എന്നിട്ട് പണി തുടങ്ങട്ടെ ഇനി അവിടെ പോയിട്ട് കുറച്ച് മെറ്റൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് താഴെ വെച്ചാണ്ട് കൂട്ടാനാണ് ഉദ്ദേശിക്കണേ താഴെന്ന് കൂട്ടാനല്ലോ ഉദ്ദേശിക്കണേ പിന്നെ റോട്ട് എന്താ ഇവിടുന്ന് താഴത്ത് ഇവിടുന്ന് പൊങ്ങുണ്ടോ തലയിൽ വെച്ചോളാം എന്നോട് അതൊക്കെ വരുള്ളതാണ് മമ്മ വരുന്നുണ്ട് പേരി ഹൊയ് 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 പണ്ട് കഴിച്ച് നമ്മൾ വള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഈ പെരിയുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരും എന്നിട്ട് ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് അതിൽക്കൂടെ ഏറ്റി ഇങ്ങനെ വരും എന്നിട്ട് അതിൻ്റെ മുകൾക്ക് പോകും ആ കാലൊക്കെ പോയില്ലേ അങ്ങനെ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു ഏറ്റി നടക്കുക വെള്ളം ഏറ്റുക താഴെന്ന് വെള്ളം കിണറ്റിൽ നിന്ന് മുക്കിയാണ്ട് കൊണ്ടുവരാ ഏറ്റി കൊണ്ടുപോവാ അതൊക്കെ ഒരു കാലം ഉണ്ടായി ഇപ്പോൾ പടച്ചൻ്റെ കൃപ കൊണ്ട് കുറേയൊക്കെ കുറഞ്ഞു ഉമ്മയുടെ മഴ കാണാനല്ലോ അമ്മ വരുന്നുണ്ട് ഉമ്മ ആക്കണ വുഡിന്ന് വരുന്ന അങ്ങനെ വേമ്പേര് മോട്ടനവിടെ വണ്ടി എടുത്തുക്കണ് നമ്മൾ മെറ്റൽ കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ചാക്കിലാക്കി കൊണ്ടുവരാൻ വിചാരിച്ചിട്ട് ഈ ചാക്കിൽ കുറച്ച് കൊണ്ടുവരണം അല്ലേ സിമെന്റ് ഇറക്കി വെക്കണല്ലോ ആദ്യം നമ്മൾ നേരത്തെ ചാക്ക് സിമെന്റ് കൊണ്ടുവന്നില്ലേ അതുപോലെ നേരത്തെ കയറ്റിയില്ല ഇവിടെ കൂട്ടിയാ പോരെ അമ്മ ഇവിടെ വെച്ച് കൂട്ടാം എടാ റൂട്ടിക്ക് ഇതാക്കണ്ടേ ഇവിടെ കൂട്ടിയാൽ മതി കോരാൻ ഇതൊക്കെ എളുപ്പപ്പെടുമല്ലേ ഇവിടെ കൂട്ടിയാൽ മതി ഇറക്കിക്കോ ഒരു ചാക്ക് പിന്നെ നമുക്ക് ആവശ്യമല്ലേ ആ വണ്ടി ഒന്ന് പിടിച്ചാണിമ്മ അല്ലെങ്കിൽ വണ്ടി ഒറ്റ പോക്കാകും അവിടെ ഒന്നും പിടിച്ചാ വണ്ടി പിടിച്ചാൽ ബ്രേക്ക് പിടിച്ചാൽ മതി ആ അത് അമർത്തി പിടിച്ചിരിക്കും മമ്മാനെ ഏൽപ്പിച്ചണ ഇങ്ങനെ അത് പുറത്തേക്ക് കിട്ടും ഇനി വണ്ടി കണ്ടന്നെ ഇറക്കി വെച്ചളാ
മമ്മേ എടാ വരുമ്പത്തിന് ഒരു മൂലൊക്കെ ഇട്ടിട്ട് അത് കൂട്ടിക്കളി ഞങ്ങള് പോയിട്ട് എംസാന്റെ എടുത്തിട്ട് വരാം. നോക്ക് നല്ലോണം ഒന്നും ഇടണ്ട കാരണം വെച്ചാല് പൈപ്പ് പോയിട്ട് ഇങ്ങനെ പൈപ്പോ ഒരു വണ്ടി കയറാല്ലേ അല്ല ഞമ്മക്കില്ല ഇതാക്കി വെക്കാം. ഇത് മനസ്സിലായ അമ്മമ്മ പൊട്ടിച്ചിട്ട് കുറച്ചതാക്കിയിട്ട് വെക്ക കേട്ടോ. മനസ്സിലായോ? വെയ്ക്കോ ഉമ്മമാക്ക് വെയ്ക്കൂല. ഉമ്മക്ക് സന്ദീപായാണ് ഉമ്മമ്മല്ലേ ഈ പണികളൊക്കെ എടുക്കല്. അതല്ലേ അത് ഫുൾ ചാക്കല്ലേ ഉമ്മമാക്ക് ഏറ്റവും വെയ്ക്കോന്ന് നേരെ വൃത്തിയാക്കാനേ. ആ ഭാഗം ഫുള്ള് ഇട്. അല്ല ഇടുമ്പോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കിയിടണം. പൈപ്പിന്റെ അത് അപ്പളല്ലേ ഒരു കുത്തി കുളിച്ചുമ്പോ കുത്തി കുളിച്ചോട്ടെ നമ്മളിപ്പോ ഇടുന്നില്ലേ. അവിടെ ആദ്യം അടിച്ചു വരികളി കൈക്കോട്ട് എടുത്താണ്. നമുക്ക് പോയിട്ട് അവിടുന്ന് എംസാൻഡ് കൊണ്ടുവരാം. ചാക്ക് എടുത്ത് ചാക്കൊന്നും എടുക്കും. ആ ചാക്കൊന്നും എടുക്കി ഇതെങ്കി ഇത് ആ ഭാഗേ നോക്കി ആ ഭാഗം ഒന്ന് കൊത്തിയില്ലേ അടുത്തന്നെ. അവിടെയൊക്കെ സിമെന്റ് ഇടാല്ല മണ്ണ് ഈ വൈക്കളി അവിടുത്തെ. ഞങ്ങൾ പോയാണ് എന്തായാലും മെറ്റിലെടുത്തിട്ട് വരട്ടെ. പോയാട്ടെ പെരിയിലെത്തി കേസ് ഇറങ്ങി. ഇപ്പൊ അടുത്ത് കാട് വെട്ടി പോയതാണ്. ആ കാടായി പിന്നെയും കാടായി തുടങ്ങിയില്ലേ പറയും പോലെ. ചാക്കെടുത്തില്ലേ ആദ്യം ഇത് മാറ്റണോ? അല്ല ഈ സൈഡ് നിർത്താ പോരെ അല്ലേ? കൊണ്ടായ പോലെ ആ അതില് കുറച്ചുണ്ടല്ലോ പറയും പോലെ. ആ എന്നെയാണോ നോക്ക് തുറന്നു നോക്കാം എന്നല്ലേ. ഇതിന്റെ അടിയിൽ വേറെ അല്ലേ പറയാൻ പറ്റൂല. ഉമ്മയും മമ്മി വേറെ എന്തേലും കൂട്ടിയിട്ടാണെന്നോ ഇല്ലല്ലോ. ഓൾറെഡി പാക്കാക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. ആ ചാക്ക് എടുത്തോളന്നാ സാധനം കിട്ടി. ഇനി നേരെ പേരന്റെ താഴെ പോട്ടെ, ഇടാതെ സ്ഥലത്ത് പോട്ടെ. അവിടെ എന്താക്കി കൊത്തി പൊളിച്ചാണ്ട് ഇതാക്കിയോ? അവിടെ ഓൾറെഡി ആരോ ഇതാക്കി വെച്ചിരിക്കുന്നു. ഇന്നാള് അത് ഉമ്മറ്റാക്കി എങ്ങനെ അങ്ങനെ ഒന്നായിട്ട് കളയണ്ട. മണ്ണ് കളയണ്ടേ നമ്മള് വെച്ചത് അല്ലെങ്കിൽ പൊളിഞ്ഞു വരൂലേ? ഒരു മയത്തില് ഇതാക്കാല്ലോ ആക്കിയാ മതി കുഞ്ഞേ. അതിനാല് നമ്മള് വെച്ച മണ്ണാണ് ആ ഇളകിയത് എടുക്കണേ. ഇതിൽ കൂടെ ആക്കട്ടെ. ഇത് നല്ല കല്ലാതെ പൊക്കണം. ചൂലെന്തിനാ ചപ്പും ചമ്മലൊക്കെ എവിടെ? നമ്മുടെ പടയാളി പടയോട്ടം കദീസ. കിട്ടിയോ? കൈക്കോട്ടും കിട്ടിയോ? എങ്ങനെ പുല്ല് ചെത്താനോ? വണ്ടി കയറാൻ മാത്രം ആക്കിയ പോലെ അങ്ങോട്ട് ഞാൻ പറയുന്നത് പൊളിച്ചു വരെ പൊളിച്ചാകുമ്പോ പൊളിച്ചോട്ടെ. അപ്പാണ് പൊളിച്ചോട്ടെ. അതായത് ഉമ്മ പറയുന്ന എന്താ പറയുക പൈപ്പിന്റെ ആൾക്കാര്, അതായത് വള്ളത്തിന്റെ ആൾക്കാര്. ഇല്ല മുട്ടിയ ഞാൻ ഈ കാടേക്ക് ബേജാറാകണ്ട. ഉമ്മ ബേജാറല്ല, ഉമ്മ ഉണ്ടാക്കി. ഉമ്മ എടുത്തോളും. ഒരു പണി എടുക്കും. ആ ഒരു പണി എടുക്കല്ലേ എടുക്കുന്ന പോലെ കുറ്റം പറഞ്ഞു ഇങ്ങനെ നടക്കും. മുടക്ക ഉമ്മ കിട്ടുണ്ടോ? കല്ലാണ്ടേ മണ്ണൊക്കെയാണ്. നമുക്ക് എന്നാ ഈ സാധനം കുഴക്കൽ തുടങ്ങാം. എന്താ ഇതാണ് ഉമ്മ പറഞ്ഞ മെറ്റല് കേട്ടോ. കൊറേ ഉണ്ട് പിന്നെ കൊറേ ഉണ്ട്. അവിടെ മതി മമ്മ. അവിടെ നമ്മൾ നല്ല അങ്ങോട്ടാക്കണം മമ്മ. ഇവിടെ മതിയേ. നമ്മളീ കേറിന ഇവിടെ മതി. ശരി ചെമ്മല അങ്ങോട്ടാക്കിയാണല്ലോ. എന്താ പറപ്പടിയോ? തേക്കിയാക്കിയേരം തോന്നുന്നു. നോക്കാം. ഒറ്റ കയറ്റട്ടെ. സിമെന്റ് ഒറ്റ കയറ്റി ഒന്നായിട്ട് താക്കണ്ടമ്മ. ഓനാക്കണം. ഇവിടെ ഇതിക്ക് മെറ്റലിടുന്നുണ്ട്. കറുത്ത തന്നെ ഉണ്ട്. അല്ല കറുത്താള് ഒരു കിട്ടിയ തോന്നുന്നു. ഉറച്ചതൊക്കെ അവിടെ ഉറച്ചോട്ടമ്മ. എന്തൊക്കെയോ കാട്ടുണ്ട്. വള്ളം കൊണ്ടുവന്നിട്ടില്ല. മമ്മ ആക്കണ അവിടെ ഗൈസ് അടിച്ചു വരുന്നുണ്ട്. അതായത് അവിടുത്തെ ചെമ്മല് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് അടിച്ചു ഒഴിവാക്കി കളയുന്നുണ്ട് മമ്മ. കത്തിയെടുത്തണോ പൊട്ടിച്ചാന്? അതോ കൈക്കോട്ടുണ്ട് പൊടിച്ചേ? നന്നായിട്ട് പൊട്ടി ഇതാവണോ നോക്ക്. ഓ
വണ്ടി ഇറക്കിയത് കേട്ടോ. അയിക്കൂടെ ആരും വണ്ടി ഇറക്കൂല. വണ്ടി ഇറക്കല്ല ഭാഗല്ലത്. അയിക്കൂടെ അല്ലേലും ഇറക്കൂല. മൂട്ടിനാക്കണ അവിടെ മിക്സ് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇനി വെള്ളം കൂടി കൊണ്ടുവന്ന് ഒഴിച്ചാൽ മതി. വെള്ളം പോയി കൊണ്ടുവരണം. വെള്ളത്തിന് പോയിക്കോടാം. മമ്മ പേര് മണലില്ലല്ലേ ഇനി? മണലില്ലല്ലോ. അതിനല്ലേ പാർപ്പൊടി. പാർപ്പൊടി ഇല്ലേ? പാർപ്പൊടി ഇല്ലേ? മണലെടുക്കാൻ പറ്റാത്തോണ്ട് ഇപ്പൊ പാർപ്പൊടി ഇല്ലേ? ഞാൻ പറയുമ്പോളേ വെള്ളം പോയി കൊണ്ടുവരല്ലേ? എന്നിട്ട് മണി കൊണ്ടിട്ട് ഓക്കെ. ഞാനും മമ്മിയും പോയിട്ട് വെള്ളം എടുക്കട്ടെ. അപ്പുറത്തെ പെരീത്തെ കിണറ്റിൽ നിന്ന് താഴത്തെ പെരീത്തെ കിണറ്റിൽ നിന്ന് എന്നാണ് എടുക്കണം. നോക്കാൻ പോയിക്കോ ഗായ്സ്. ഞാനും മമ്മിയും കൂടി വെള്ളം കൊണ്ടുവരാൻ പോയപ്പോൾ അവിടെ ഞങ്ങൾ കിണറ്റിൽ ചെന്നാട് കോരാൻ നിൽക്കുക. അപ്പുറത്തെ ചേച്ചിനെ വിളിച്ചു. ചേച്ചിയെ ആരില്ല ചോദിച്ചിട്ട് വിളിച്ചു. ഇതിൽ ചേച്ചി ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളപ്പത്തിന് കിണറൊക്കെ തുറന്നിട്ട് ആ മുകളിലത്തെ കമ്പിയൊക്കെ മാറ്റിയാണ് ഞങ്ങൾ കോരാൻ തുടങ്ങിയാണ്. അപ്പൊ ചേച്ചിയാണ് പൈപ്പല്ല അപ്പുറത്തേക്ക് കിടക്കണേ ഇന്ന് ഇതായിക്കോട്ടെ എന്ന്. അപ്പളാ ഓർക്കണേ ഈ മേളില് ആ വണ്ടി ഇറക്കണം. താഴത്തേക്ക് ഇറക്കല്ലേ? ആ വണ്ടി ആ ചാക്കല്ലേ? വണ്ടി ചാക്കം വെച്ച് കൊണ്ടുവരല്ലേ? പെരിയില് ഒരു ചാക്ക് എംസാന്റെ കൂടി ഉണ്ടായിനി. അത് ചെന്ന് എടുത്തു കൊണ്ടുവന്നു. അതാ കട്ടിലടിയിലുണ്ടായിനി. മെറ്റല് കുറച്ചുകൂടി മാണ്ടില്ലടാ. മതിയോ? ഒന്ന് മിക്സ് ആക്കണ്ട. ഇനി വെള്ളമൊഴിച്ചോ? വെള്ളമൊഴിച്ചോണ്ടിരിക്കണെങ്കിൽ ആണോ? ആയാ മതി. നോക്കിപ്പോ വണ്ടി കയറിനാക്കണ്. നല്ലോണ്ട് പിടിച്ചട്ടെ. മമ്മ അടുത്ത് മാറുന്നളി. മമ്മ നോയിക്കോളൂ. മൊത്തം പോയോ? ഈ ഇറക്കത്തായോണ്ട് ഒന്നുകൂടി സുഖമായി വള്ളത്തിന് പോകാന് ഇല്ലേ അമ്മ? മമ്മ കൈ പൊള്ളു നോക്കിട്ടോ. സിമെന്റ് അല്ലേ? കൈ കളി മമ്മ. ഓനായിക്കോളൂ. അവിടെ നിന്ന് മാറിക്ക്. അമ്മ അടിച്ചു വരാ. ചെമ്മലൊക്കെ അടിച്ചു വരണം വജ്ജിന്ന്. അതോ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബസ്സുകളൊക്കെ പോണാക്കണ ഗൈസ്. സ്കൂൾ ബസ്. എന്താണ് സ്കൂളില്ലേ ഞങ്ങൾക്ക്? ശനിയാഴ്ച ഒക്കെ സ്കൂളിൽ പോകണടാ. നല്ല ശരിക്കും പഠിച്ചോളൂ. വെള്ളോ ഓക്കെ. ഫുള്ള് ഒഴിച്ചല്ലേ? അങ്ങനെ ഒഴിച്ചല്ലേ? നിങ്ങക്ക് പണിയൊന്നുമില്ലല്ലോടാ. എന്നാ അത് പണിയെടുക്കാൻ കൂടിക്കൊണ്ടോ. മമ്മ എടുക്കാൻ പോയിക്കണ്. ഞാൻ ചെന്ന് ഏറ്റി കൊണ്ടട്ടെ. അല്ലെങ്കിൽ മമ്മ പൂവിനൊക്കെ വിട്ടിരുന്ന് തട്ടി തറഞ്ഞാൽ കുത്തിരിക്കും. ഞാൻ തന്നെ പോയി കൊണ്ടുവരാം. ഇവിടെ ഈ പൈപ്പ് ഉണ്ടായിട്ടാണ് നേരത്തെ അവിടെ ചെന്നിട്ട് കോരാൻ നിന്നീനെ അല്ലേ? പൊട്ടത്തര കാട്ടിയാണ്ട്. നമ്മളവിടെ പൈപ്പില്ലല്ലോ. ആ ഓർമ്മയിൽ പോയതാണ്. ഞാൻ പോയിക്കൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെ പെരീത്തെ ഓർമ്മയിൽ പോയതാണ്. കിളിയും പറയിട്ട് ആണ് താത്ത ചേച്ചി പറഞ്ഞപ്പോഴാണ് ഓർത്ത തന്നെ. നോക്കി ഇറങ്ങി മാമ. കല്ലാണ് കൈസ്. ഇവിടെ എത്രക്കും പേരാൾക്കില്ല വയ്യം കൂടിയാണ് കേട്ടോ ഇത്. കാരണം ഈ കൂടെയാണ് എല്ലാവരും കൂടി കയറല്. അപ്പം എല്ലാവർക്കും കൂടി ഇല്ല വയ്യാണ്. എന്നമ്മ വെള്ളം ഒഴിച്ചു കൊടുത്താണ്. കുറച്ച് നീ ഇതാക്കട്ടെ. നല്ല മിക്സ് ആക്കട്ടെ. നല്ല കഴിക്കാം. എത്തൻ്റെ പേരെത്താ? നിദാനോ? എത്ര രൂപ പഠിച്ചണേ? 5-ലോ? മറ്റോ പോയോ? എവിടെന്നാ ഇതൊക്കെ ഗൈസ്? നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരുടെ കേട്ടോ. എൻ്റെ പേരാണ് എടുത്തത്. നമ്മളെ അടുത്ത കുട്ടികളാണ്. 5-തോ? എത്ര രൂപ പഠിച്ചണേ? 4-ലും 3-ലോ? സ്കൂളിൽ 4-ല്? മദ്രസില് 4-ലോ? പഠിച്ചില്ലേ? കേട്ടാ മതി.
ഗൈസ് ഇമ്മമ്മ കളത്തേക്ക് ഇറങ്ങി. ഇമ്മമ്മയാണ് ഇനി തായിക്കൊണ്ടിരിക്കണേ. ഈ പൊടിയൊക്കെ നീക്കാൻ അതവിടെ നോട്ടമ്മ. എന്നാ മതി പണി എടുക്കേണ്ട ചെങ്ങന്മാരെ. അതെ, പനി എടുപ്പിച്ച പോലെ കൊണ്ട്. ഇതാണ് ഗൈസ്, ഇതേ മൈക്കാണ് ഇന്നാളത്തെ അവസ്ഥ. അമ്മമ്മ കൊയിഞ്ഞാടല്ലേ അല്ലേ? ഇന്നാള് ഇതേപോലെ തന്നെ അല്ല ഇങ്ങോട്ടാ മോണ്ട, ഇതേപോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതാണ് തോന്നുന്നത്. ഇതിനാട് ഉണ്ടായില്ലേ. പിന്നെ ഗൈസ് നമ്മൾ ഇവിടുന്ന് കുറച്ചൊക്കെ മണ്ണ് ചെത്തിയാണ്ട് അങ്ങോട്ട് ഇട്ടതാണ്. ഇവിടെ ഇങ്ങനെ കിടക്കണോണ്ട് തന്നെയാണ് അന്ന് കുത്തിയാണ്ട് കൊയിഞ്ഞാടിയാ പോയതും. ഇവിടെ ഇടാൻ വേണ്ടിട്ട് കയറിനടുത്ത് ഇവിടെ നാളെ കൊയിഞ്ഞാടി ഞാനല്ല ടോനി. നല്ല അടിച്ചോളി. വളഞ്ഞു വേണം അമ്മ, മതിയോ? രാവിലെ ആകുമ്പത്തിനൊക്കെ ഉണങ്ങാക്കിയാലേ. ആ വെള്ളം പാർന്നു കൊടുക്കാം. രാത്രി മഴ ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചും ചെയ്യൂലേ? കുഴപ്പല്ലേ? സാധാരണ ഇപ്പൊ ഒന്നുമില്ലാത്തൊരു മഴയാണ് ഇപ്പൊ വൈകുന്നേരം ആകുമ്പോ പെയ്യണേ. ഞാൻ ഇതിലിങ്ങനെ കോരിയാണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാ മതിയില്ലേ? നമ്മൾ ഇതേ മൈക്കിഞ്ഞ് ഇവിടെ മൊത്തം ആക്കട്ടെ. ഇതിങ്ങനെ തന്നെ മതിയില്ലേ? മമ്മ എന്താ നനച്ചു കൊടുക്കുക വജ്ജ് കുതിരാൻ വേണ്ടിട്ടോ? ആ അതിന് വേണ്ടിട്ടല്ലേ? അത് ഇതുകൊണ്ട് തന്നെ എടുത്താലോ. കൈക്കോട്ടുണ്ട് മെല്ലെ ഇങ്ങനെ ഇതാക്കിയാൽ മതി. മിൻസപ്പെടുത്തണ്ട. എന്നിട്ട് വേണം ഞാൻ അടുത്ത കൊഞ്ഞാടല്ലോ കൊഞ്ഞാടാ അല്ലേ മമ്മ? അമ്മ മിൻസണ്ട, വരച്ചൊക്കെ കൊടുക്കാം. ആ അതുകൊണ്ട് നിരത്തി കളിമ്മ. ടൂൾസൊക്കെ ഫുള്ള് ഇവിടെ തന്നെ കിട്ടുട്ടോ. വജ്ജുന്ന ഇവിടെ നേരം എന്തെങ്കിലുമൊക്കെ എടുത്താണ്ട് അമ്മാക്കനോടെ നിരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മോണ്ടനവിടെ കോരിയാണ്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. മമ്മ പിന്നെ വെള്ളം കൊണ്ടുവരാൻ പോയിക്കാ? മമ്മ എന്തിനാ അങ്ങോട്ട് പോയി അറിയില്ല. എന്തിനാ പോയിക്കണം അങ്ങോട്ട്. അന്നേ ആ റോഡ് ഇതാക്കിയപ്പോൾ ഓൾക്ക് കുറച്ചും ഇങ്ങോട്ട് ആക്കിയാൽ മതിയല്ലേ? ആ ഗൈസ്, ഈ കൂടെ പൈപ്പ് പോയിക്കണ്. വള്ളത്തിന്റെ പൈപ്പ് പോയിന്. അപ്പൊ ഓല് പൊളിച്ചിട്ട സാധനമാണിത്. അപ്പൊ വള്ളത്തിന്റെ ആൾക്കാർ വരൂലേ? വള്ളത്തിന് അതായത് നമ്മളെ നാട് ഉദ്ദേശിച്ച ഇവിടെ പുറത്ത് വേറെയുള്ള രാജ്യത്ത് അങ്ങനെ ആവൂല. അത് തികയാൻ ചാൻസ് ഉണ്ടോ? തികയൊക്കെ ചെയ്യടാ. അതിനെ ഇവിടുന്ന് പിന്നല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തോളാം. ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ശരിയാക്കി ഇങ്ങനെ ആക്കാം. നല്ലോണം ആയിക്കോളും. ആ കേറിന ഭാഗം കറക്റ്റ് ആയിക്കോട്ടമ്മ. ഇട്ടിട്ട് ചോടിക്കട്ടത് റോട്ടിക്കോ. മമ്മടെ മമ്മ മിന്നിയോ? മമ്മ പണി എടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് മിന്നിയോ? ആ ഇല്ലട്ടോ, വള്ളം കൊണ്ടുവരാൻ പോയിക്കാണ് പാവം. ഒരു ടൈലൊക്കെ ആക്കണ കൈ പിടിച്ച് വരുന്നേ. ആ നിരത്താൻ വേണ്ടിട്ടാ മമ്മ. അപ്പൊ ആ വള്ളം എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചു കഴിഞ്ഞോ? ഞാൻ എന്ത് പണി? മൊബൈൽ പിടിച്ചിട്ടാണോ പണി? അങ്ങനെ ആയിക്കോട്ടെ. മിൻസാക്കണ്ടേ? മിൻസാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അറിയില്ല. മമ്മാക്ക് പിന്നെ പണ്ട് മുതലേ മാതിരി പണിയൊക്കെ ചെയ്താണ് ശീലമുണ്ട്. കജ്ജോണ്ടാക്കണം മാമ. കജ്ജോണ്ടാക്കി കഴിഞ്ഞാൽ പൊള്ളും. എനിക്ക് തോന്നണേ. ആ ഞാൻ കൂടി എടുത്താണ് ഇവിടെ കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാവില്ലടാ. പറ്റ ഇങ്ങോട്ട് ആക്കണ്ടല്ലോ. ഇവിടെ എന്റെ ആവശ്യമല്ലല്ലോ, ഇങ്ങോട്ട് വേണ്ടി ആവശ്യമല്ലല്ലോ. ആണോ പോയി? അതെ ഒന്നുമില്ലേ? നമുക്ക് സൈക്കിൾ ഓട്ടി കളിച്ചാൽ നേരം ഞാൻ പോവാ. ഓക്കെ. മമ്മിയും കാര്യമായിട്ട് പണിയിലാണ് കേട്ടോ. വാ, അവിടെ ഉണ്ട് ക്ലിയർ ആക്കി. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുണ്ടും കുജ്ജൊക്കെ ഉണ്ടായിനെ. അവിടെ ഉണ്ട് ലെവലായി ഇപ്പം. അവിടെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കുണ്ടും കുജ്ജും ഉണ്ടായിനെ. അവിടെ ഉണ്ട് ലെവലായില്ലേ? മമ്മ മിൻസാക്കണ്ട. ഇവിടെ ഇങ്ങനെ വരച്ചളി.
അല്ല അതൊന്ന് അമർത്തിങ്ങനെ ശരിയാക്കി അല്ലെങ്കിൽ ഒക്കെ തുറച്ചെടുക്കും. ആ സത്യം. അതിനെ പണിയാവും നിക്ക ഞാനേ ഇത് അടിച്ചൊരു കേട്ടോ. മീൻസാക്ക മറ്റേതാക്കല്ല അടിക്ക് മമ്മ ആക്കണ റോട്ടുമക്കണ്ട് എത്തിച്ചു കേട്ടോ. മമ്മ മുട്ടിച്ചുണ്ട്. മതി ഓവർ വെള്ളാക്കണ്ട. വരയാണ്ടതേ അത് ജസ്റ്റ് ഒന്ന് അടിക്ക് കൂർത്ത കല്ലുകളൊക്കെ ഒന്ന് അടിക്ക് നിക്കാൻ വേണ്ടിട്ടാണ് അവൻ കാട്ടണേ. അത് കുഴപ്പമില്ല. മേള് ചാക്ക് എന്തേലും ഇട്ടാ പോരെ കുറച്ച് കഴിഞ്ഞിട്ട് വരച്ചൊക്കെ കഴിഞ്ഞിട്ട് ചാക്ക് ഇട്ടാലും പോരെ വോക്കാക്കാൻ വേണ്ടിട്ടല്ലേ. അങ്ങനെ അടിയാലും പോരടാ. ആ അതാണ് മെല്ലെ ഇങ്ങനെ ഒരു മയത്തിൽ ഇങ്ങനെ വരഞ്ഞോളി. ഇത് മതി ഗൈസ്. കാറും ഇതൊന്നും കേറൂലല്ലോ, ഓട്ടോഷൊന്നും കേറൂലേ. നമ്മളെ ബൈക്ക് സ്കൂട്ടി തന്നെയല്ലോ ഏട്ടാ. അത് കയറാൻ തന്നെ ധാരാളാ. ഇത്ര ഭാഗം തന്നെ അങ്ങനെ ആട്ടിയാൽ മതി. ഉമ്മ ആക്കണ ചൂലുകൊണ്ട് വരക്കണുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്ലിപ്പാവും വിചാരിച്ചിട്ട്. അയ്യോ അവിടെ അടിയിൽ ഫസൽ ഫാമിലി എഴുതിയാലോ എഴുതിയാലോ അല്ലെങ്കിൽ ഗൈസ് കണ്ണീറൊക്കെ വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ കോൺട്രാക്ട് പണി കിട്ടുക അറിയില്ല. നിങ്ങള് പോയില്ലേ? അത് ശരി. കോൺട്രാക്ട് പണി കിട്ടുമോ? പണിന്റെ പവർ കണ്ടിട്ടേ, പണിന്റെ ചൊറുക്ക് കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചോ? എങ്ങനെയുണ്ടാ ഞങ്ങള് പേരന്റെ വജ്ജ് ശരിയാക്കി? എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സൂപ്പർ. എല്ലാരോടും പറയും, എല്ലാരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ. ആ ഇജ്ജ് പറഞ്ഞ അവർക്ക് പറയാ. ഓ മിന്നി അല്ലേ മമ്മ? ഇപ്പൊ ചൊറുക്കായില്ലേ? ഇല്ലല്ല മതി മതി അത്ര ആക്കിയത്. ഞാൻ ഇമ്മ മുട്ടായി ഉണ്ടാക്കിയല്ലേ. അതടക്കണമെന്നൊന്നും പറയില്ല. മമ്മ എന്താ കല്ല് കുത്തി കയറ്റി? ലോകത്തിൽ ഇതേപോലത്തെ ഒന്നേ ഉണ്ടാവുള്ളൂ. അത് നമ്മളെടുത്തുണ്ട്. ഇതിന്റെ കഴിഞ്ഞ പിന്നെ വേറെ വേറെ ആരുമില്ല. ചൂലുകൊണ്ട് തലമറും പറ. സെറ്റായില്ലേ? സെറ്റായി. കുറച്ച് കഴിഞ്ഞിട്ട് ചാക്കടാ. ഇപ്പൊ ഒന്ന് ഉണങ്ങട്ടെ. പട്ടി കൂട്ടും. അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കിയാ പോരെ. പെട്ടെന്ന് ആരും ഒന്നും ഇടാക്കാം. അങ്ങനെ ആ പ്ലാസ്റ്റിക് വേറെ കാര്യം വെള്ളം നനച്ചാൽ കൊടുക്കണം ഇടക്കിടക്ക്. നാളെ രാവിലെ പാത്രം കൊണ്ടുവന്ന് വലിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് കൊണ്ടുവന്ന് വേണ്ട, അവിടെ നിന്ന് വെച്ചാ മതി. നേരെ കറക്റ്റ് ഇവിടെ എത്തൂലേ? ഏത്? ആ മറ്റേത് ചാക്ക്, നൂലിന്റെ ചാക്ക്. ഉമ്മ ഞാൻ പറയുമ്പോഴേ വെള്ളം ഏറ്റി കൊണ്ടുവരേണ്ട ഒന്നും ആവശ്യമില്ല. പെരിയുന്നോണ്ട് ഈ വൈക്കണോണ്ട് ഒഴിച്ചു വിട്ടാ മതി. കറക്റ്റ് ഇവിടെ എത്തൂലേ? ആണോ? ശരി. ഒരു വജ്ജന്ന് അല്ലെങ്കിൽ തന്നെ വെള്ളം അടിച്ചപ്പോ പൈപ്പ് പൊട്ടി അങ്ങനെ പോകുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ മാത്രമേ വരൂല. അല്ല എന്താ കാട്ടപ്പോ? എന്റെ ഇപ്പൊ പ്ലാസ്റ്റിക് എന്താ ഇടുക? പ്ലാസ്റ്റിക് ഇപ്പണോ ഒന്നാണ് കട്ട പിടിച്ചിട്ട് ഇതാക്കിയ പോരെ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ ഇങ്ങനെ നോട്ടെ, എന്നിട്ട് അതിന് വെച്ചിട്ടാ പോരെ. അതിനെ ഇപ്പൊ ആരും ചൂട്ടുന്നില്ലല്ലോ. ഇട്ടാകുമ്പോ ഇടാം. ആൾക്കാർ പോണാണ് അതിനെ. അയ്യോ ഓലെന്തായാലും ഇത് കാണൂലേ? അപ്പൊ എന്തായാലും അറിയിക്കാരം. അല്ലെങ്കിൽ ഒരു ചവിട്ടുമ്പത്തിന് അറിയിക്കാരം. എന്തായാലും ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും അറിയില്ലേ? പിന്നെ കുറച്ച് കഴിയുമ്പോ ഇട്ടാകുമ്പോ നമുക്ക് ഈ ചാക്ക് എന്തെങ്കിലും കേറിയാണെങ്കിൽ മുകളിൽ ലേറ്റ് ഒന്നും ഇല്ല അല്ലേ? അവിടെ ഈ കേറണ ഭാഗത്തല്ലേ? 2 പേരാണല്ലേ. മറ്റേ ആരെങ്കിലും ഇത് പഞ്ചായത്തുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ലേറ്റ് അപ്പൊ കിട്ടും. നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലല്ലേ? ലേറ്റ് വേണ്ടേ? വെക്കണം. നല്ലല്ലേ? ഓക്കെ. സമരം ചേച്ചും പറ. എങ്ങനെ ഗൈസ് നമ്മളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി. നിങ്ങളെല്ലാരും കൂടി നമ്മളെ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. അല്ലേ? ഉമ്മാക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഐഡിയ കേട്ടോ. നീ നേരെ പെരി കയറിക്കോളി. എടാ ഞങ്ങള് പോട്ടെന്നാ. ഓക്കെ ബൈ. പ്ലാസ്റ്റിക് കുറച്ച് ഇടാം. വണ്ടിയൊക്കെ ഇവിടെ താഴെ തന്നെ നോട്ടെ. അത് കുറച്ചു സൈഡിൽ വെച്ചോടാ വണ്ടി. ഇവിടെ നോട്ടെ. കുറച്ച് ആ ചാക്കൊന്ന് മൂടി വെച്ചാൽ എന്ത് ആണോ? സിമെന്റ് തന്നെ കട്ടാവും ഗൈസ്. അപ്പൊ എന്തേലും കാട്ടണം. എന്നാ ഈ കൂടെ വണ്ടി കയറ്റാൻ പറ്റുമോ കേട്ടോ? ഇവിടെ കയറൂലേ? കേറ്റ് നോക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല, സമാധാനം ഉണ്ട്. ഇപ്പൊ ഒട്ടത്തരം പറയല്ലേ? അയക്കലാണ്ട് കയറ്റി നോക്കുന്നത്. വേണ്ട വേണ്ട വേണ്ട. ആ ഓൻ കയറി. ഞാൻ സിമെന്റ് അയക്ക് വെച്ചു കൊടുത്താൽ മതിയില്ലേ?
ഈ കൂടെ പോവാ, അപ്പൊ കുഴപ്പമില്ല. ഒരു കൂടുതൽ കല്ലൊക്കെ ഉണ്ട്. കുറച്ച് സീനാണ്, ഞാൻ തന്നെ കൈ കൊണ്ട് പാളി മമ്മടെ മമ്മ ചൂലും ഉണ്ടേ കൊടുക്കാൻ പോയി. ചൂലും കൈക്കോട്ടും ജിന് മുകളിൽ കയറ്റൂലേ? ഓക്കെ ഞാൻ പെരിയിലുണ്ടാവുന്നു. ഓക്കെ. ആ സിമെന്റ് കൊഞ്ഞാണ്ട വട്ടക്കല്ലേ കാലുകൊണ്ട് താങ്ങിക്കളാം. എന്തൊരു സൈഡ് വലിവ്. ആ പോകുന്നുണ്ട്. എങ്ങനെ ഒരു വലിവുമില്ല. നഞ്ഞ ഇതാ വള്ളപ്പോ കൊണ്ടുവന്ന് വെറുതെ കുടിച്ചു കഴിഞ്ഞ് കുടിച്ചോ ചാക്കൊക്കെ എടുത്തിട്ട് ആ നമ്മളതാ മൊത്തം എടുത്താ. ഞങ്ങൾ എന്തായാലും ഇനി പെരിക്ക് കയറാൻ നോക്കട്ടെ. മമ്മയും വരണം. അത് വീണ്ടും നേരം ഇനി പെരിക്ക് കയറട്ടെ. മമ്മ ആക്കണ ആടിപ്പാടി വരുന്നുണ്ട് അല്ലേ മമ്മ? അത് കൊണ്ടേ കൊടുത്തില്ലേ? അത് കൊണ്ടേക്കാൻ പോയില്ലേ? ഇനി ബാക്കി നേരത്തെ കൊണ്ടുവന്ന വെള്ളം എന്താ ഇനി കുറച്ച് വെള്ളം വെയിലേക്ക് കൊണ്ടുവന്നില്ലേയോ? ആ ചിന്ത അല്ലേ? അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. എല്ലാവരും നമ്മളെ പണി എങ്ങനെയുണ്ട് കണ്ടിട്ട് കമന്റ് ചെയ്യും അല്ലേ? ആ സൂപ്പർ പണിയാണെന്ന് പറഞ്ഞത്.